AD 52 ക്രിസ്തു ശിഷ്യനായ മാർ തോമാസ് ശ്ലീഹ കൊടുങ്ങല്ലൂരിൽ കപ്പലിറങ്ങുകയും തുടർന്ന് പാലയൂരിലെത്തി ക്രൈസ്തവ സമൂഹത്തിന് രൂപം കൊടുക്കുകയും ചെയ്തു. 2000 വർഷത്തോളം പഴക്കമുള്ള കാലഘട്ടത്തിൽ മാർ തോമാസ് ശ്ലീഹ സ്ഥാപിച്ച 7 പള്ളികളിൽ സ്ഥാനം മാറാതെ നിലനിൽക്കുന്ന ഏക ദേവാലയമാണിത്. മാർ തോമാസ് ശ്ലീഹ നേരിട്ടു നൽകിയ ക്രൈസ്തവ വിശ്വാസം ഇന്നും തലമുറ കൈമാറി പാലയൂരിൽ നിലനിൽക്കുന്നു. പാലയൂരിലേക്ക് കടക്കുമ്പോൾ തന്നെ നമുക്ക് മണിഗോപുരം കാണാൻ സാധിക്കും. കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള മണിഗോപുരങ്ങളിൽ ഒന്നാണിത്. വിദേശത്ത് നിന്നും കൊണ്ടുവന്ന കൂറ്റൻ മണിയാണ് ഗോപുരത്തിൽ സ്ഥാപിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ കൽക്കുരിശും കൽവിളക്കുകളും. തോമാസ് ശ്ലീഹ കേരളത്തിൽ സ്ഥാപിച്ച സപ്ത ദേവാലയങ്ങളെയും തമിഴ്നാട്ടിലെ തിരുവാങ്കോടിലെ അരപ്പള്ളിയെയും അനുസ്മരിച്ചുകൊണ്ടാണ് കുരിശിനു ചുറ്റും 8 കൽവിളക്കുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മാർത്തോമ വിശ്വാസ കവാടം. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ പാലയൂർ സെന്റ് തോമസ് തീർത്ഥകേന്ദ്രത്തിന് കൽപ്പിച്ചനുവദിച്ച ദണ്ഡവിമോചനത്തോടു കൂടിയ വിശ്വാസ കവാടമാണിത്. മാർ തോമാസ് ശ്ലീഹായുടെ തിരുശേഷിപ്പ്. ഇറ്റലിയിലെ ഓർത്തോണയിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ള മാർ തോമാസ് ശ്ലീഹായുടെ തിരുശേഷിപ്പ് നമുക്കിവിടെ കാണാനായി സാധിക്കും. അതുപോലെ തന്നെ മറ്റു പല വിശുദ്ധരുടെയും തിരുശേഷിപ്പ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ 1-ാം നൂറ്റാണ്ടിൽ ജൂതന്മാരുടെ സിനഗോഗ് ഉണ്ടായിരുന്ന സ്ഥലത്താണ് ഇപ്പോഴത്തെ ജൂത സ്മാരക കപ്പേള. മാർത്തോമ പാത. മാർ തോമാസ് ശ്ലീഹായുടെ ജീവിതരംഗങ്ങൾ 14 സ്ഥലങ്ങളിലായി കരിങ്കല്ലിൽ കൊത്തി ഇരുവശങ്ങളിലുമായി സ്ഥാപിച്ചിട്ടുള്ളതാണ് മാർത്തോമ പാത. അതുപോലെ തന്നെ തളിയക്കുളം. തോമാസ് ശ്ലീഹ പാലയൂരിൽ തർപ്പണാത്ഭുതം നടത്തുകയും പൂർവികരെ മാമോദിസ മുക്കുകയും ചെയ്തത് ഈ കുളത്തിലാണ്. തളിയക്കുളം കപ്പേളയിൽ എല്ലാ ചൊവ്വാഴ്ചയും 30 ഞായറാഴ്ചയും രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഇവിടെ മാർ തോമാസ് ശ്ലീഹായുടെ നൊവേനയും ലതീനും നേർച്ച വിതരണവും നടത്തപ്പെടുന്നു. തോമാസ് ശ്ലീഹ പൂർവികർക്ക് മാമോദിസ നൽകുന്നതിൻ്റെ ശില്പവും മാമോദിസ തൊട്ടിയും നമുക്കിവിടെ കാണാം. പോട്ടുകുളവും മാർ തോമാസ് ശില്പവും. AD 52 കൊടുങ്ങല്ലൂരിൽ കപ്പലിറങ്ങിയ തോമാസ് ശ്ലീഹ ജലഗതാഗത മാർഗം പാലയൂരിൽ ബോട്ടിൽ വന്നിറങ്ങിയ സ്ഥലമാണ് ബോട്ടുകുളവും മാർ തോമാസ് ശില്പവും. ലോകത്തിലെ ഏറ്റവും വലിയ മാർ തോമാസ് ശില്പവും 45 അടി ഉയരത്തിലാണ് ഇത് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. ഇത് ബോട്ടുകുളത്തിനരികെ സ്ഥാപിതമായിരിക്കുന്നു. പരിശുദ്ധ കന്യകാമേരിയുടെ ശില്പം. ഭാരതീയ വേഷമായ സാരി ധരിച്ചു നിൽക്കുന്ന പരിശുദ്ധ കന്യകാമേരി ശില്പം. താമരയിൽ നിൽക്കുന്ന മാതൃകയിലാണ് ഈ ശില്പം. അതുപോലെ തന്നെ വിശുദ്ധ എബ്രാസ്യമയുടെയും അൽഫോൻസയുടെയും മറ്റു പല വിശുദ്ധരുടെയും തിരുശേഷം നമുക്കിവിടെ കാണാൻ സാധിക്കും. രക്തസാക്ഷി മണ്ഡപം. വിശുദ്ധ തോമാസ് ശ്ലീഹ മൈലാപ്പൂരിൽ രക്തസാക്ഷിത്വം വരിച്ച ചിന്നമലയുടെ മാതൃകയിൽ പണിതീർന്നിട്ടുള്ള രക്തസാക്ഷി മണ്ഡപവും നമുക്കിവിടെ കാണാം. പരിശുദ്ധ കന്യകാമേരിയുടെ ശില്പം. ഭാരതീയ വേഷമായ സാരി ധരിച്ചു നിൽക്കുന്ന പരിശുദ്ധ കന്യകാമേരി ശില്പം. താമരയിൽ നിൽക്കുന്ന മാതൃകയിലാണ് ഈ ശില്പം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. വിശുദ്ധ അൽഫോൻസ സ്മൃതി മണ്ഡപവും. ഭാരതത്തിലെ ആദ്യ വിശുദ്ധ അൽഫോൻസമ്മയുടെ സ്മൃതി മണ്ഡപവും ഇവിടെ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. തളിയക്കുളക്കരയിലെ കുരിശിൻ്റെ വഴി. 50 നോമ്പിൽ ഇവിടെ കുരിശിൻ്റെ വഴി നടത്തപ്പെടുന്നു. 14 സ്ഥലങ്ങളും അവിടെ നമുക്ക് കാണാനായി സാധിക്കും. ഭാരത ക്രൈസ്തവരുടെ ചരിത്ര സാംസ്കാരിക പാരമ്പര്യങ്ങൾ പ്രകടമാക്കുന്ന പുരാവസ്തുക്കളുടെയും മറ്റും കലവറയായ ചരിത്ര മ്യൂസിയവും ഇവിടെ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. പരിശുദ്ധ മാതാവിൻ്റെ ഗ്രോട്ടോയും ദേവസഹായം പിള്ളയുടെ സ്മൃതി മണ്ഡപവും ഇവിടെ തന്നെ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. സീറോ മലബാർ സഭാധ്യക്ഷന്മാരുടെ പാലയൂർ സന്ദർശന സ്മാരകമായി നിർമ്മിച്ചിട്ടുള്ളതാണ് പ്രധാന കവാടത്തിന് സമീപമുള്ള ലൂർദ് മാതാവിൻ്റെ ഗ്രോട്ടോ. അതിനരികെ ഇന്ത്യയിലെ ആദ്യ അൽമായ രക്തസാക്ഷിയായ ദേവസഹായം പിള്ളയുടെ സ്മൃതി മണ്ഡപവും നമുക്ക് കാണാനായി സാധിക്കും.
തിരുനാളുകളും തിരുക്കർമ്മവും. മുപ്പിട്ട ഞായർ. എല്ലാ മാസവും 10-ാം തീയതി കഴിഞ്ഞു വരുന്ന ഞായറിനെയാണ് മുപ്പിട്ട ഞായർ എന്ന് പറയുന്നത്. മാർത്തോമാ ചൊവ്വാചരണം. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 9:30 മുതൽ 3 മണി വരെ മാർത്തോമാ ചൊവ്വാചരണം ഉണ്ടായിരിക്കും. വലിയ നോമ്പിലെ വെള്ളിയാഴ്ചകളിൽ വിശുദ്ധ കുരിശിൻ്റെ വഴിയും ജാഗരണ പദയാത്രയും നമുക്ക് കാണാം.